ഷീലാമ്മ 3 പടം, എത്ര സിനിമ ഡയറക്റ്റ്? 3 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് യക്ഷഗാനം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ ശിഖരങ്ങൾ, പിന്നെ നിனைവുകളെ നീങ്ങി വിടുന്ന ഒരു തമിഴ് പടവും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 സിനിമകൾ അന്ന് ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതെല്ലാം അന്നത്തെ അതിന്റെ ഒരു കറേജ് എങ്ങനെയായിരുന്നു അന്ന്? അതെന്താണെന്നറിയോ, ഒരുപാട് തിരക്കായിരുന്നു. അഭിനയിച്ച് എനിക്ക് മടുത്തുപോയി. ഇതെന്താ രാവിലെ ആയാൽ പോയി അഭിനയിക്കുക, രാത്രിയായി അഭിനയിക്കുക. പിന്നെ ചില പുതിയ ഡയറക്ടർമാർ വരും. അപ്പോൾ അവർക്ക് ഒരു ഷോട്ട് വയ്ക്കാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു ട്രോളി വെച്ചാൽ എങ്ങനെയാണെന്നറിയാം. കട്ട് പറയാതെ ഞങ്ങൾ അഭിനയിക്കാൻ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. സാർ കട്ട് പറയാൻ സാറെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നു. പിന്നെ ഞാൻ ചുമ്മാ അന്നൊന്നും ടി വി ഇല്ലല്ലോ. ഇപ്പോൾ വന്ന് വൈകുന്നേരം ആയാൽ നമുക്ക് ഈ ഫോണിൽ വന്ന് എന്തെങ്കിലും യൂട്യൂബ് അതെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കാം. അന്ന് വൈകുന്നേരം ആയ നൈറ്റ് ഷൂട്ടിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ വൈകുന്നേരം വന്ന് ഞാൻ ഈ യക്ഷഗാനം എന്നുള്ള കഥ എഴുതി, അതിൻ്റെ ഡയലോഗ്സ് എഴുതി, അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തു, എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഒരു പത്രക്കാരന് വേണ്ടിയാണ് ആ പടം എടുത്തത്. ഒരു പത്രക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങേരോട് ഞാൻ പറഞ്ഞു ഈ പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഏർപ്പാട് ചെയ്തത് കൊടുത്തു. എന്ന് അങ്ങേർക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നസീർ സാറുമായിട്ട് ആദ്യം ഒന്നിച്ചഭിനയിച്ച സിനിമ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു നിലമണിഞ്ഞ കാൽപ്പാടുകൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ പടങ്ങൾ ഇങ്ങനെ സത്യൻ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ തന്നെ. പക്ഷേ എൻ്റെ നല്ല പടങ്ങളൊക്കെ, നല്ല കഥ ഉള്ള പടങ്ങളൊക്കെ സത്യൻ സാറിൻ്റെ കൂടെയായിരുന്നു. ഈ പ്രേമാങ്കീമം എന്നൊക്കെ ഉള്ള പടങ്ങളെല്ലാം മിക്കവാറും നസീർ സാറിൻ്റെ കൂടെയായിരുന്നു. എന്നാലും ആ കാലഘട്ടത്തെക്കുറിച്ചും നസീർ സാറിനെ കുറിച്ചും എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ, ഞങ്ങൾ മധുസാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ ശരി, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. പ്രേംനസീറിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആക്ടിങ് കോമ്പറ്റീഷൻ എഴുതുന്നു. അത് ടൗൺ ഹാളിലായിരുന്നു നടന്നിരുന്നത്. അന്ന് CI പരമേശ്വരമുള്ള സാറ്, പിന്നെ കൈനിക്കര കുമാരമുള്ള സാറ്, അങ്ങനെ അതിൻ്റെ ഈ ട്രിവാൻഡ്രം ഡ്രാമാറ്റിക് ബ്യൂറോയുടെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഈ ചെറുപ്പക്കാരന് 10-20 വയസ്സ് തികച്ച് വരില്ല. അന്ന് ഷേക്സ്പിയറിൻ്റെ ലോക നാടകത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് കണക്കാക്കപ്പെടുന്ന ശേഷം ദുഷ്ടനായ ഒരു കഥാപാത്രം, ഷൈലോക്കാണ് ക്യാരക്ടറിൻ്റെ പേര്. അത് മലയാളത്തിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുക, അതാണ് ഈ ആക്ടിങ് കോമ്പറ്റീഷന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്. ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും പ്രേംനസീറിനെ ഓർക്കാൻ സാധിക്കില്ല. അങ്ങേറ്റം വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ ഷൈലോക്ക്. ആ കഥാപാത്രമായിട്ട് പ്രേംനസീർ എന്നല്ല, അന്ന് അബ്ദുൽ ഖാദറാണ്. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് പ്രേംനസീറായതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ആലോചിക്കുക, ഇപ്പോൾ പ്രേംനസീറിന് ഇങ്ങനെ പ്രേമിക്കാൻ മാത്രമേ അറിയാവൂ, മരം ചുറ്റാനേ അറിയാവൂ, പാടാനേ അറിയാവൂ എന്നൊക്കെ ശത്രുക്കൾ പറയാറുണ്ട്. ശ്രദ്ധിക്കാതെ ആ സിനിമയിൽ തന്നെ അദ്ദേഹം നല്ല ഒന്നാന്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നീ ടീനേജിൽ 18-19 വയസ്സുള്ള കാലത്ത് ഈ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച് അതിന് ഫസ്റ്റ് പ്രൈസ് ഇത്രയും വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന് അങ്ങേറ്റം കഴിവുള്ള, വാസനയുള്ള, എന്താ പറയുക, ദൈവാനുഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പ്രേംനസീർ നമ്മൾ കണ്ടതിനേക്കാളുമൊക്കെ വലിയ ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ വളരെ മെച്ചമായി പോയതുകൊണ്ട് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാനേ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.